കലിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ്. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മലബാറിലെ പച്ചപ്പ് നിറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ സൂര്യൻ മേലിലെ ചായുകയായിരുന്നു. തറവാട് വീടിന്റെ ഉമ്മറത്ത് നോക്കിയാൽ കാണുന്ന പാടവരമ്പിലൂടെ ഒരു കുളിർക്കാറ്റ് ആഞ്ഞു വീശി. ആ കാറ്റിൽ പിച്ചകപ്പൂവിന്റെയും മണ്ണെണ്ണ വിളക്കിന്റെയും സങ്കരമായൊരു മണമുണ്ടായിരുന്നു. ഹൈറ, പേര് പോലെ തന്നെ അവളൊരു അത്ഭുതം തന്നെയാണ്. ഇരുണ്ട കറുത്ത കണ്ണുകൾ, അതിലെപ്പോഴും തിളങ്ങുന്ന ഒരു കുസൃതി, വിടർന്ന നെറ്റിക്കുറുക്കിൽ വീണ് കിടക്കുന്ന കുറിനിരകൾ അവൾ ഇടയ്ക്കിടെ കാതിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കും. കോളേജ് 1-ാം വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂവെങ്കിലും പക്വതയുടെ ലേശം പോലും അവൾക്കില്ല. അവൾ ചിരിക്കുമ്പോൾ കവിളിൽ വീഴുന്ന ആ ചെറിയ നുണക്കുഴിയിൽ ഏതൊരു പരുക്കൻ ഹൃദയവും അലിഞ്ഞു പോവും. ഹൈറു, നീ ഇത് എവിടെ പോയി കിടക്കാ പെണ്ണേ? നിന്റെ ഉമ്മയോട് വിളിച്ചു പോന്നു. മുറ്റത്തെ ഊഞ്ഞാലിരുന്ന് സ്വപ്നം കാണുകയായിരുന്ന ഹൈറയെ അവളുടെ ഉറ്റ സുഹൃത്തുക്കളായ മൗസിനെയും മാജിദയും വന്ന് തട്ടി വിളിച്ചു. എന്താപ്പ ഇത്? ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങള്? ഹൈറ ചുണ്ടുവിളത്തി ചോദിച്ചു. സമാധാനോ മോളെ? നിന്റെ വാപ്പയും സഹോദരൻ ഷാനിമകത്ത് ഗൗരവമായിട്ടുള്ള ചർച്ചയില്ല. നിനക്കറിയാലോ, നിന്റെ ഇക്കയുടെ ആത്മാർത്ഥ സുഹൃത്ത് സയൻ മുബാറക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ IPS സ്വീകരിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. മോസിനെ കണ്ണുരുട്ടി പറഞ്ഞു. സയാൻ മുബാറക്. ആ പേര് കേട്ടപ്പോൾ ഹൈറയുടെ ഉള്ളിൽ ചെറിയൊരു മിന്നൽ പിണർ പാഞ്ഞു. ഹൈറയുടെ ഇക്കാക്ക ഷാനിമിന്റെ കൂടെ പഠിച്ചവനാണ് സയാൻ. ഇപ്പോൾ ഒരു ജില്ലയുടെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള IPS ഓഫീസർ. നാട്ടുകാർക്ക് അയാൾ വീരപുരുഷനാണ്. എന്നാൽ ഹൈറക്ക് അയാൾ ഒരു കലിപ്പൻ മാത്രമാണ്. കുട്ടിക്കാലത്ത് അവൾ ചെയ്യുന്ന കുസൃതികൾക്ക് വഴക്ക് പറഞ്ഞിരുന്ന ഗൗരവ മുഖമുദ്രയാക്കിയ സയാൻ. അതിന് അയാളൊന്നും എനിക്കെന്താ, ഞാനെന്റെ കോളേജ് കാര്യങ്ങളായിട്ട് പോവും. പോലീസ് ബുദ്ധി അങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ. ഹൈറ പതറാതെ പറഞ്ഞു. നീ വെറുതെ ഡയലോഗ് അടിക്കാതെ ഹൈറു. കണ്ടിട്ടില്ലേ പുള്ളിയുടെ ഒരു ലുക്ക്? ആ യൂണിഫോമിൽ കക്ഷി വരുമ്പോൾ നിന്റെ ഈ നാവെന്ന് കാണണം ഞങ്ങൾക്ക്. മാജിദ് അവളെ കളിയാക്കി. അകത്തുനിന്ന് ഉമ്മയുടെ വിളി വീണ്ടും ഉയർന്നു. ഹൈറ വേഗം എഴുന്നേറ്റ് തന്റെ നീല ചുരിദാറിന്റെ തട്ടമൊന്ന് ശരിയാക്കി. അവൾ വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ ഉള്ളിൽ അറിയാത്തൊരു പരിഭ്രമം പടരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മുറ്റത്തെ കറുത്ത ഗ്ലാസുകൾ വെച്ച നീല ബീക്കൺ ലൈറ്റ് തെളിയുന്ന ആ വെളുത്ത പോലീസ് വണ്ടി കടന്നു വന്നത്. വണ്ടിയിൽ നിന്നിറങ്ങിയത് തലയെടുപ്പുള്ള ആ രൂപമായിരുന്നു. 6 അടി പൊക്കം, ഒത്ത ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ. സയാൻ മുബാറക് IPS. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി കണ്ണാടി മാറ്റി തറവാട് വീണ്ടും ഉമ്മറത്തേക്ക് നോക്കി. അവിടെ വാതിക്കൽ പതുങ്ങി നിൽക്കുന്ന ഹൈറയെ കണ്ടതും സയാന്റെ ഗൗരവം നിറഞ്ഞ മുഖത്ത് അറിയാതെ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അതവൾ കാണുന്നതിന് മുമ്പേ അവൻ മായ്ച്ചു കളഞ്ഞു. ഷാനിമയുടെ സയാന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും ഹൈറയുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. അവൾ പതുക്കെ മുന്നോട്ട് വന്നു. ഇക്കാക്കകത്തുണ്ട്. സയാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു ലോകം മുഴുവൻ പ്രണയം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറമേ അവൻ ആ പഴയ കലിപ്പൻ തന്നെയായിരുന്നു. നീ ഇപ്പോഴും ആ പഴയ കുസൃതി കൊടുക്കുക തന്നെയാണല്ലേ ഹൈറ? അവൻ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിന്നു. കുളിർമഴ പെയ്യാൻ കാത്തിരിക്കുന്ന മണ്ണ് പോലെയായിരുന്നു അവരുടെ ആ സമാഗമം. 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രൻ ഉദിക്കാൻ ഇനിയും സമയമുണ്ട്. പ്രണയത്തിന്റെ തീവ്രതയിലേക്ക് അവർ നടന്നെടുക്കുകയാണ്. സയാൻ അകത്തേക്ക് കയറിപ്പോയതും ഹൈറ ഒരു ദീർഘനിശ്വാസം വിട്ടു. അവന്റെ ആ ഗാംഭീര്യമുള്ള നോട്ടം ഇപ്പോഴും തന്റെ മേൽ പതിക്കുന്ന പോലെ അവൾക്ക് തോന്നി. എന്താടി, കരിപ്പനെ കണ്ടപ്പോ കിളി പോയോ? മോസിന പിന്നിൽ നിന്ന് വന്ന് ഹൈറയെ തോളിൽ തട്ടി. ഓടിയോടുന്നു. ആ വലിയ പോലീസ് ഓഫീസറാണെന്ന് കരുതി എന്നെ അങ്ങോട്ട് പേടിപ്പിക്കണ്ട. ഞാൻ പഴയ ഹൈറ തന്നെയല്ലേ എന്ന് ചോദിക്കണമായിരുന്നു പുള്ളിക്ക്. ഹൈറ വീറോടെ പറഞ്ഞു. അന്നത്തെ രാത്രി തറവാട്ടിൽ വലിയ വിരുന്നായിരുന്നു. ഷാനിമും സയാനും ഉമ്മറത്തിരുന്ന് പഴയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഹൈറ അടുക്കളയിൽ ഉമ്മയെ സഹായിക്കുന്നിടയിൽ ഇടയ്ക്കിടെ ജനാലക്കിലൂടെ പുറത്തേക്ക് നോക്കും. നിലാവിളിച്ചതിൽ സയാന്റെ ആ കരിങ്കല്ല് പോലുള്ള മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഷാനിം വിളിച്ചത്. ഹൈറു, കുറച്ച് ആയിരത്തെ. ഹൈറ വിറക്കുന്ന കൈകളോടെ ചായ ഗ്ലാസ്സിൽ ട്രേയിലാക്കി ഉമ്മറത്തേക്ക് നടന്നു. സയാൻ ഷാനിമിനോട് ഗൗരവത്തിൽ എന്തോ പറയുകയാണ്. അവൾ ചായ ട്രേ ടീപ്പോയിൽ വെച്ചു. സയാൻ, നീ ഇത് കുടിക്ക്, നിന്റെ ഫേവറേറ്റ് ഏലക്കിട്ട ചായ, ഷാനിം പറഞ്ഞു. സയാൻ ചായ ഗ്ലാസ് എടുത്തു. ഒരു സിപ്പ് കുടിച്ചതും അവന്റെ നെറ്റി വിളിഞ്ഞു. അവൻ ഹൈറയൊന്ന് രൂക്ഷമായി നോക്കി. ഹൈറ പരിങ്ങിപ്പോയി. എന്താടാ, ചായക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഷാനിം ചോദിച്ചു. ഇതിൽ പഞ്ചസാരക്ക് വരെ ഉപ്പാണ് ഇട്ട്? സയാൻ വളരെ താഴ്ന്ന എന്നാൽ ഗൗരവമുള്ള സ്വരത്തിൽ ചോദിച്ചു. ഹൈറ ഞെട്ടിപ്പോയി. തിരക്കിനിടയിൽ അവൾക്ക് മാറിപ്പോയതാവുമോ? അവൾ സയാന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം. അവൻ ഗ്ലാസ് താഴെ വെച്ചു. നിന്റെ കുസൃതി ഇപ്പോഴും മാറിയിട്ടില്ല ഹൈറ. IPS ഓഫീസറോട് കളിക്കാൻ മാത്രം നീ വളർന്നോ? സയാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ഒരു ചൂട് വെച്ചു. ഹൈറ 2 അടി പിന്നിലേക്ക് മാറി. അവന്റെ സാമീപ്യം അവളെ ശ്വാസം മുട്ടിക്കുന്ന പോലെ തോന്നി. അതറിയാതെ പറ്റിയതാ, അവൾ വിക്കി. ഷാനും ചിരിച്ചുകൊണ്ട് ചായ എടുത്ത് നോക്കി. എടാ, ഇതിൽ പഞ്ചസാര കൃത്യമാണല്ലോ, നീ എന്തിനാ അവള് വെറുതെ പേടിപ്പിക്കുന്നത്? സയാന്റെ ചുണ്ടിലെ കള്ളച്ചിരി വിരിഞ്ഞു. അവൻ ഹൈറയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. പേടിപ്പിക്കാനൊന്നല്ല, ചിലരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഹൈറയുടെ മുഖം ചുവന്നു കൊടുത്തു. അവൾ വേഗം അകത്തേക്ക് ഓടി.
തന്റെ മുറിയിലെത്തി ജനാലക്കൽ നിൽക്കുമ്പോൾ പുറത്ത് സയാൻ ഷാനിമിനോട് ചിരിച്ച് സംസാരിക്കുന്ന അവൾ കണ്ടു. കരിപ്പൻ, മനുഷ്യനിങ്ങനെ പേടിപ്പിക്കണോ? അവൾ പിറുപിറുത്തു. പക്ഷെ അവളുടെ ഹൃദയം അപ്പോഴും വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. IPS ഓഫീസറുടെ പ്രണയം ഇത്രയും തീവ്രമായിരിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. സാധാരണക്കാരുടെ നിയമങ്ങൾ പാലിക്കുന്ന സയാൻ ഹൈറയുടെ പ്രണയ നിയമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ദിവസങ്ങൾ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. തലേ ദിവസത്തെ ചായയുടെ ഷോക്ക് മാറിയിട്ടില്ലെങ്കിലും ഹൈറ കോളേജിൽ പോകാൻ റെഡിയായി. പതിവ് പോലെ വെള്ള ചുരിദാറും നീലത്തട്ടവും ഇട്ട് അവൾ കണ്ണാടിക്കുമ്പിൽ നിന്ന് കണ്ണെഴുതുമ്പോൾ അവളുടെ ഉള്ളിൽ സയാന്റെ ആ കള്ളച്ചിരിയായിരുന്നു. ഹൈറു, വേഗം ഇറങ്ങ്, നിന്നെ കോളേജിൽ വിടാൻ സയാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉമ്മയുടെ വിളി കേട്ടതും ഹൈറയുടെ കയ്യിൽ നിന്ന് ഐലൈനർ ഒന്ന് പാളി. അതെന്താ ഇക്കാക്ക് പോവാത്ത്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഷാനിമിന് ബാങ്കിൽ ചെറിയൊരു തിരക്കുണ്ടേ, സയാന ആ വഴിയാ പോകുന്നു, ആ വണ്ടി കയറിക്കോ. ഹൈറ പതുക്കെ ഉമ്മറത്തേക്ക് വന്നു. കറുത്ത സ്കോർപ്പിയോയിൽ ഗ്ലാസ് ആഴ്ത്തിയ സയാൻ ഇരിക്കുന്നുണ്ട്. പോലീസ് യൂണിഫോമിലല്ലെങ്കിലും ആ വെള്ള ഷർട്ടും ജീൻസും അവന് കൂടുതൽ ഗാംഭീര്യമുള്ളവനാക്കിയിരുന്നു. അവൾ മടിച്ച് പിൻസീറ്റിലെ ഡോർ തുറക്കാൻ പോയി. ഹൈറ, മുന്നിലൊന്നിരിക്കുക, ഞാൻ നിന്റെ ഡ്രൈവറൊന്നുമല്ലല്ലോ. സയാന്റെ കൗരവം നിറഞ്ഞ ശബ്ദം. ഹൈറ പേടിയോടെ മുന്നിലെ സീറ്റിലിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങി. വണ്ടിക്കുള്ളിൽ ഒരു വല്ലാത്ത നിശബ്ദത. സയാന്റെ പെർഫ്യൂമിന്റെ ഗന്ധം ആ വണ്ടിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. ഹൈറ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. കോളേജിൽ ഇപ്പോൾ പഠനമൊക്കെ എങ്ങനെയുണ്ട്? സയാൻ ഡ്രൈവിങ്ങിനിടയിൽ ചോദിച്ചു. കുഴപ്പമില്ല, അവൾ ചുരുക്കത്തിൽ ഒതുക്കി. മോസിനെയും മാജിദയും കൂടെ ഉണ്ടല്ലോ അല്ലേ? ക്ലാസ് കഴിഞ്ഞ് എവിടെയും കറങ്ങാൻ നിൽക്കണ്ട, നേരെ വീട്ടിലേക്ക് വരണം. ഈ നാട്ടിലെ സാഹചര്യം അത്ര ശരിയല്ല. അവന്റെ ആ ഓർഡർ കേട്ടപ്പോൾ ഹൈറക്കാകെ ചൊറിഞ്ഞു വന്നു. അതിന് എന്നെ നോക്കാൻ ഇവിടെ വീട്ടുകാരുണ്ടല്ലോ, സാറിന് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? പെട്ടെന്ന് സാൻ സഡൻ ബ്രേക്ക് ഇട്ടു. വണ്ടി റോഡരികിൽ നിന്നു. ഹൈറ പേടിച്ച് അവനെ നോക്കി. സാൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവളുടെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ ഗൗരവമല്ല, ഒരുതരം തീക്ഷ്ണതയായിരുന്നു. അവൻ അവളുടെ മുഖത്തിനരികിലേക്ക് മുഖമടുപ്പിച്ചു. ഹൈറക്ക് അവന്റെ ശ്വാസം തന്റെ കവിളിൽ തട്ടെന്ന് അറിയാമായിരുന്നു. നീ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട. പിന്നെ നിന്നെ നോക്കാൻ നിന്റെ വീട്ടുകാരുണ്ടാവും, പക്ഷേ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ, അത് ഓർമ്മ വെച്ചോ. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ പതുക്കെ പറഞ്ഞു. ഹൈറയുടെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. അതെന്തിനാ? അവൾ വിക്കി. സയാൻ അവിടെ തട്ടത്തിന്റെ ഒരു തലപ്പ് പതുക്കി ശരിയാക്കി കൊടുത്തു. എന്നിട്ട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. കാരണം നീ എന്റേതാ. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നിൽക്കാൻ മനസ്സിലാവും. ഇപ്പൊ ഇറങ്ങിക്കോ, കോളേജ് എത്തി. ഹൈറ പുറത്തേക്ക് നോക്കിയപ്പോൾ കോളേജ് ഗേറ്റിന് മുമ്പിൽ വണ്ടി എത്തിയിരുന്നു. മോസിനെയും മാജിദയും അന്തം വിട്ട് നിൽക്കുന്നു. ഹൈറ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി. സയാൻ വണ്ടി തിരിക്കുമ്പോൾ കണ്ണാടിയിലൂടെ അവളെ ഒന്ന് കൂർത്ത നോട്ടം നോക്കി പാഞ്ഞുപോയി. എടി ഹൈറു, ഇതാണ് നിന്റെ ആ കരിപ്പൻ, പുള്ളി ശരിക്കൊരു ഫയറാണല്ലോ. മോസിനടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു. ഹൈറയുടെ മുഖം അപ്പോഴും ചുവന്നതിന് ഇരിക്കുകയായിരുന്നു. അവൾക്ക് തോന്നി തന്റെ ജീവിതം ഇനി കലിപ്പം പോലീസുകാരന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. അല്ലെങ്കിലും ആ തടവറയിൽ കഴിയാനല്ലേ അവളും ആഗ്രഹിക്കുന്നത്. കോളേജ് വിടാൻ നേരമായപ്പോൾ ആകാശം ഇരുണ്ടുമൂടിയിരുന്നു. ഹൈറയും കൂട്ടുകാരും ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ വലിയൊരു ബഹളം. കുറച്ച് കോളേജ് പിള്ളേരും പുറത്തുള്ള ചില ഗുണ്ടകളും ചേർന്ന് ഒരു അടിപിടി നടക്കുകയാണ്. ഇടയിൽ പെട്ടുപോയ പെൺകുട്ടികൾ പേടിച്ചു മാറുന്നു. ഹൈറു, നമുക്ക് വേഗം പോ, ആകെ പ്രശ്നമാണല്ലോ. മാജിദ് അവളെ കയ്യിൽ പിടിച്ചു. പക്ഷെ അവൾക്ക് മാറാൻ കഴിഞ്ഞില്ല. ബഹളത്തിനിടയിൽ നിന്നൊരാൾ ബോധപൂർവം ഹൈറയുടെ അടുത്തേക്ക് വന്നു. കോളേജിൽ ഒരു ശല്യക്കാരനായിരുന്നു അവൻ. എന്താ ഹൈറ മോളെ, നിന്റെ ആ പഴയ കരുത്തൊന്നും കാണുന്നില്ലല്ലോ, നമുക്കൊന്ന് സംസാരിക്കണ്ടേ? അവനവളുടെ തട്ടത്തിൽ പിടിക്കാൻ കയ്യോങ്ങി. ഹൈറയുടെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇടിമുഴക്കം പോലെ ആ ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സകലൊരു നിശബ്ദരായി. എല്ലാവരുടെയും നോട്ട് റോഡിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു പോലീസ് ജീപ്പ് കിതച്ച് നിൽക്കുന്നു. അതിൽ നിന്നും പുകമറ നീക്കി പുറത്തിറങ്ങുന്ന സിംഹത്തെ പോലെ സയാൻ മുബാറക്. മുഴുവൻ പോലീസ് യൂണിഫോമിൽ അവൻ കൂടുതൽ ഭയങ്കരനായിരുന്നു. തലയിലെ തൊപ്പിയും കയ്യിലെ ലാത്തിയുമൊക്കെയായി അവൻ നടന്നു വരുമ്പോൾ അവിടെയുള്ള ഗുണ്ടകളുടെ മുട്ടുവറക്കാൻ തുടങ്ങി. സയാൻ നേരെ വന്ന ഹൈറയുടെ അടുത്തേക്കാണ്. അവളുടെ പേടിച്ചു വിറക്കുന്ന മുഖം കണ്ടതും അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. അവൻ ആ പയ്യന്റെ കൈ കുഴക്കി പിടിച്ച് ഒറ്റത്തിരി. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. എന്റെ പെണ്ണിന് നേരെ കൈ ഉയർത്താൻ നിനക്ക് ധൈര്യം ഉണ്ടായോടാ? സയാൻ പതുക്കെയാണ് പറഞ്ഞെങ്കിലും അതിൽ മരണത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. അവൻ ആ പയ്യനെ അടിച്ച് റോഡിലേക്ക് ഇട്ടു. കൂടെയുള്ളവർ ഓടാൻ നോക്കിയെങ്കിലും സയാന്റെ കൂടെയുള്ള പോലീസുകാർ അവരെ വളഞ്ഞു. സയാൻ പതുക്കെ ഹൈറയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണിലെ കണ്ണീർ കണ്ടതും അവന്റെ ആ കലിപ്പം ഭാവം മാറി. അവൻ തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാലെടുത്ത് അവൾക്ക് നേരെ നീട്ടി. കരയരുത്, നീ ആരുടെ പെണ്ണാണെന്ന് നിനക്കിപ്പോഴും ബോധം വന്നിട്ടില്ലേ? അവൻ അവളുടെ കാതിനടുത്ത് വന്ന് മൃദുവായി മന്ത്രിച്ചു. ആ ശബ്ദത്തിൽ ഒരു പ്രത്യേകതരം പ്രണയമുണ്ടായിരുന്നു. അവൾ പതുക്കെ അവനെ നോക്കി. ആ യൂണിഫോമിൽ നിൽക്കുന്ന അവനെ കാണാൻ എന്തു ഭംഗിയാണ്. ഇനി ഇവരാരും നിന്റെ നിഴലിൽ പോലും തൊടില്ല, വണ്ടി കയറിക്കോ. സയാൻ തന്റെ ജീപ്പിന്റെ ഡോർ തുറന്നു കൊടുത്തു. കോളേജിലെ മുഴുവൻ പിള്ളേരും നോക്കി നിൽക്കെ ഹൈറ പോലീസ് ജീപ്പിന് മുന്നിൽ സീറ്റിലിരുന്നു. സയാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടി നീങ്ങിയപ്പോൾ സയാൻ തന്റെ വലത് കൈ കൊണ്ട് സ്റ്റിയറിംഗും ഇടത് കൈ കൊണ്ട്
ഹൈറയുടെ വിറക്കുന്ന കൈകളിലും പതുക്കെ മുറുക്കെ പിടിച്ചു. സയാനിക്ക, എല്ലാവരും കാണുന്നുണ്ടാവും, അവൾ നാണത്തോടെ പറഞ്ഞു. കാണട്ടെ, ഈ ജില്ലയിലെ പോലീസുകാരൻ മാത്രമുള്ള സയാൻ മുബാറക് നിന്റെ പ്രാണൻ കൂടിയാണെന്ന് ഈ ലോകം അറിയട്ടെ. അവൻ കൈകൾ കുറച്ചുകൂടി മുറുക്കി പിടിച്ചു. പുറത്ത് കുളിർമഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ആ ജീപ്പിനുള്ളിൽ പ്രണയത്തിന്റെ പേമാരി പെയ്യുകയായിരുന്നു. മഴ തകർത്ത് പെയ്യുകയാണ്. പോലീസ് ജീപ്പിന്റെ ഗ്ലാസ്സിലൂടെ മഴത്തുള്ളികൾ ഒലിച്ചിറങ്ങുമ്പോൾ ഹൈറയുടെ മനസ്സ് സയാന്റെ ആ സ്പർശനത്തിൽ മരവിച്ച് നിൽക്കുകയായിരുന്നു. സയാൻ അവിടെ കൈവിട്ടിരുന്നില്ല. ഒരു കൈയിൽ സ്റ്റിയറിംഗും മറുകൈയിൽ അവളുടെ വിരലുകളും. പേടി മാറിയോ? സയാൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി ചോദിച്ചു. ആ കണ്ണുകളിൽ ഇപ്പോൾ കലിപ്പില്ല, പകരം ഒരു കടൽ പ്രണയമാണ് ഇരമ്പുന്ന്. ഹൈറ പതുക്കെ തലയാട്ടി. പക്ഷെ സയനിക്ക് എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞ് ഇക്കാക്കറിഞ്ഞ? സയാൻ വണ്ടി പെട്ടെന്ന് റോഡരികിൽ നിർത്തി. എന്നിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് അവളെ നേരെ നോക്കി. അവന്റെ ആ നോട്ടം അവളുടെ ആത്മാവിൽ തൊടുന്ന പോലെ അവൾക്ക് തോന്നി. ഷാനിമിന് നേരത്തെ അറിയാം ഹൈറ, ഞാൻ ഈ IPS എടുത്ത് തന്നെ നിന്നെ ഈ യൂണിഫോമിൽ വന്ന് ചോദിക്കാനാ. നിന്നെ ഈ കാക്കയുടെ സമ്മതത്തോടെയാ ഞാൻ നിന്റെ നിഴലായി നടക്കുന്നത്. ഹൈറ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്നിട്ടാണോ ഇത്രയും കാലം എന്നോട് മിണ്ടാടുന്ന്? അന്ന് ചായയിൽ ഉപ്പിട്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച്? സയാൻ പതുക്കെ ചിരിച്ചു. അവന്റെ ആ ചിരിയിൽ ഹൈറയുടെ ഉള്ളിലെ മഴവില്ലി വിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി അടുത്തു. നിന്നെ ആ പേടിച്ചുള്ള മുഖം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ ഹൈറു. പിന്നെ നിന്റെ ഈ കലിപ്പൻ, അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ പെണ്ണേ? അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ തന്റെ വിരൽ കൊണ്ട് തൊട്ടു. ഇന്ന് രാത്രി വീട്ടിലൊരു സർപ്രൈസ് ഉണ്ട്, റെഡി ആയിട്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഹൈറക്ക് ആകെ ഒരു പരവേശം. രാത്രിയായപ്പോൾ വീട്ടിൽ സയാന്റെ ഉമ്മയുപ്പയും എത്തിയിരുന്നു. ഔദ്യോഗികമായ ആലോചനകൾ നടക്കുകയാണ്. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഹൈറ മാറി നിന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കൈ അവിടെ വായ പൊത്തിപ്പിടിച്ചു. അവൾ ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഹൈറ പേടിച്ചു പോയി. പക്ഷെ ആ ഗന്ധം അവൾക്ക് സുപരിചിതമായിരുന്നു. സയാൻ? അവൻ അവളെ മതിലിനോട് ചേർത്ത് നിർത്തി. അവന്റെ നെഞ്ചിന്റെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. എന്താ സയാനിക്കത്? ആരെങ്കിലും കാണും? അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. കാണട്ടെ പെണ്ണേ, ഇന്നു മുതൽ നീ ഔദ്യോഗികമായി എന്റേതാ. നിന്റെ ഈ കണ്ണുകളിൽ എനിക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയും തിളങ്ങരുത്. സയാന്റെ സ്വരം വല്ലാത്ത താഴ്ന്നിരുന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ മോതിരമെടുത്തു. ഒരു പോലീസ് ഓഫീസറുടെ കൃത്യതയോടെ അവനത് അവിടെ വിരലിൽ അണിയിച്ചു. ഇത് നിനക്കുള്ള എന്റെ ലോക്കപ്പാണ്. ഇതിൽ നിന്ന് നിനക്കിനി ഒരു മോചനമില്ല. നിലാവെളിച്ചത്തിൽ ആ മോതിരം മിന്നിത്തിളങ്ങി. സയാൻ അവിടെ കൈകളിൽ തന്റെ ചുണ്ടുകൾ അമർത്തി. ഹൈറയുടെ മനസ്സിൽ 1000 ചെണ്ടുമല്ലികൾ ഒരേ സമയം വിരിഞ്ഞു. പക്ഷെ ആ സന്തോഷത്തിനിടയിൽ ഹൈറയുടെ ഫോൺ ബെല്ലടിച്ചു. ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള മെസ്സേജ്. സയാൻ മുബാറക്കിന്റെ പ്രിയപ്പെട്ടവളായി വാഴാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല ഹൈറ. ഹൈറയുടെ മുഖം വിളറി. ഇത് സയാൻ കണ്ടാൽ. പിറ്റേന്ന് രാവിലെ സയാൻ തന്റെ പോലീസ് സ്റ്റേഷൻ ഫുൾ ഫോമിലായിരുന്നു. ആ ജില്ലയിലെ ഏറ്റവും പവർഫുള്ളായ പോലീസ് സ്റ്റേഷൻ. സയാൻ മുബാറക്ക് അകത്തേക്ക് കയറുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അറ്റൻഷനായി നിന്നു. സയാൻ ഒന്നും മിണ്ടാതെ തന്റെ ക്യാബിലേക്ക് കയറി. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ടിരിപ്പുണ്ട്. കൂടെ കുറെ ശിങ്കിടികളും. നോക്കൂ ഓഫീസർ, എന്നെ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. മര്യാദ കിട്ടില്ലെങ്കിൽ ഈ യൂണിഫോം തെറിക്കും. ആ പയ്യൻ അഹങ്കാരത്തോടെ പറഞ്ഞു. സയാൻ തന്റെ തൊപ്പി മേശപ്പുറത്ത് വെച്ചു. പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. ചുണ്ടിൽ ആ മാരകമായ കില്ലർ ചിരി. യൂണിഫോം തെറിക്കുമെന്നോ? എടാ മോനെ. സയാൻ അവന്റെ കോളിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി. ഈ യൂണിഫോം എനിക്ക് കിട്ടിയത് ആരുടെ ഔദാര്യം കൊണ്ടല്ല. ഇത് മുബാറക്കിന്റെ മകൻ സയാൻ സ്വന്തം വിയർപ്പൊഴുക്കി നേടിയതാ. നിന്റെയൊക്കെ ഭീഷണി എന്റെ ഈ ഷൂസിന്റെ അടിയിലെ മണ്ണുണ്ടല്ലോ അതിന് സമ. സയാൻ അവന്റെ ലോക്കപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവനെ ശരിക്കൊന്ന് സൽക്കരിക്കാൻ പറ. സയാന്റെ മാസ് ഡയലോഗ് കേട്ട് സ്റ്റേഷനിലെ പോലീസുകാർ പോലും വിറച്ചു. അപ്പോഴാണ് സയാന്റെ പേഴ്സണൽ ഫോൺ ബെല്ലടിച്ച് ഡിസ്പ്ലേയിൽ കണ്ട പേര് കാന്താരി. സയാന്റെ ആ കല്ല് പോലുള്ള മുഖം പെട്ടെന്ന് അലിഞ്ഞു. അവൻ ഫോൺ എടുത്തു. പറയുമായിരുന്നു. ശബ്ദത്തിലൊരു തേൻതുള്ളി പടർന്ന പോലെ. സയാനിക്ക തിരക്കാണോ? എനിക്കൊന്ന് കാണണം. കോളേജിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് പിക്കപ്പ് ചെയ്യാമോ? അപ്പുറത്ത് ഹൈറയുടെ കൊഞ്ചിയുള്ള ശബ്ദം. മോളെ ഹൈറ, ഞാനൊരു വലിയ കേസ് കൈകാര്യം ചെയ്യുക. ഓ എന്നാ വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവൾ പിണങ്ങി. നിക്ക്, നീ എന്തിനാ ബസ്സിൽ പോകുന്നു? 10 മിനിറ്റ്. നിന്റെ കോളേജ് ഗേറ്റിന് മുമ്പിൽ സയാൻ മുബാറക്ക് എത്തിയിരിക്കും. സയാൻ ഫോൺ വെച്ചു. അവൻ പുറത്തേക്ക് നടന്നു. കുറുപ്പേ, ഒരു അരമണിക്കൂർ ഞാൻ പുറത്തുണ്ടാവും. സ്റ്റേഷനിൽ ആരും വന്നാലും പറഞ്ഞേക്ക് സാറ് തിരക്കിലാണെന്ന്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സയാൻ തന്റെ കറുത്ത റൈമാൻ ഗ്ലാസ് വെച്ചു. ജീപ്പിൽ കയറി പാഞ്ഞ് കോളേജ് ഗേറ്റ് മുമ്പിൽ നിൽക്കുന്ന ഹൈറയെ കണ്ടപ്പോൾ അവൻ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഹൈറ വേഗം ഓടി വണ്ടിയിൽ കയറി. ഇന്ന് യൂണിഫോമിലാണല്ലോ, കൊള്ളാൻ കേട്ടോ, ഒരു രക്ഷയില്ല. അവൾ അവനെ നോക്കി കണ്ണടിച്ചു. സയൻ വണ്ടി മുന്നോട്ടെടുത്തു. യൂണിഫോം കണ്ട് നീ വളയാൻ നിൽക്കണ്ട. നിനക്ക് മുന്നിൽ ഞാൻ തോറ്റു തരും. പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ.
അല്ല സയാനിക്ക സ്റ്റേഷനിൽ നല്ല മാസം കാണിക്കുമല്ലേ? ഈ പാവം എന്നെ കാണും മാത്രം ഇതിന് എത്ര കലിപ്പ്. സയാൻ വണ്ടി ഒരു മരത്താണിൽ നിർത്തി. എന്നിട്ട് അവളെ ആഞ്ഞു നോക്കി. കാരണം നീ എന്റെ ബലഹീനതയാണ് ഹൈറ. നിന്നെ കാണുമ്പോൾ ഈ പോലീസ് ഓഫീസറുടെ നെഞ്ചിടി പോലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവനവളുടെ കൈ പതുക്കെ എടുത്ത് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവിടെ ഒരു യന്ത്രം പോലെ അവന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. ഹൈറ നാണത്തോടെ അവന്റെ തോളിലേക്ക് തലയായിച്ചു. ഈ പോലീസ് വണ്ടിയിൽ നിന്ന് പ്രണയിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ? ഹൈറ പതുക്കെ ചോദിച്ചു. ഈ വണ്ടിയിൽ സാധാരണ കുറ്റവാളികളെയാണ് കയറ്റാറുള്ളത്. നീ എന്റെ ഹൃദയം കവർന്ന വലിയൊരു കുറ്റവാളിയാണല്ലോ. അതുകൊണ്ട് നിനക്ക് ഈ വണ്ടി എന്നും സ്വന്തം. സയാൻ ആ കുളിർമഴയത്ത് അവളുടെ കവളിൽ പതുക്കെ ചുംബിച്ചു. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് സയാൻ നേരെ എത്തിയത് ഹൈറയുടെ വീടിന് മുന്നിലേക്കാണ്. ഇത്തവണ പോലീസ് ജീപ്പിലല്ല, അവന്റെ സ്വന്തം കറുത്ത സ്പോർട്സ് ബൈക്കിലാണ് വന്ന്. കറുത്ത ലെതർ ജാക്കറ്റും ഗ്ലാസും വെച്ച് ബൈക്കിലിരിക്കുന്ന സയാനെ കണ്ടപ്പോൾ ഹൈറയുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. എങ്ങോട്ടാ ഈ പാതിരാത്രി? ഹൈറ പതുക്കെ ചോദിച്ചു. ചോദിക്കാതെ കൂടെ വരാൻ പഠിക്കുക എന്തായി? കയറിക്കോ. സയാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹൈറ പതുക്കെ പിന്നിൽ കയറി. ബൈക്ക് കാറ്റിൽ പാഞ്ഞു പറന്നു. പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി അവർ കടൽ തീരത്തേക്ക് നീങ്ങി. ബൈക്കിന്റെ വേഗത കൂടുന്തോറും ഹൈറ പേടിയോടെ സയാന്റെ തോളിൽ മുറുകെ പിടിച്ചു. സയാൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി ആ എക്സ്ട്രീം ചിരി ചിരിച്ചു. കടൽ തീരത്ത് വണ്ടി നിർത്തി. നിലാവെളിച്ചത്തിൽ കടൽ തിരമാലകൾ വെള്ളിനാരുകൾ പോലെ തിളങ്ങുന്നു. സയാൻ മണലിലിരുന്നു. ഹൈറ അവന്റെ അരികിലും. സയാനിക്ക എന്തിനാ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്? ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ. ഹൈറ ചുണ്ടുവിളത്തി ചോദിച്ചു. സയാൻ അവിടെ കൈകൾ മെല്ലെ കോർത്ത് പിടിച്ചു. പേടിക്കാനല്ല ഹൈറ, നീ എന്നെ അത്രമേൽ മുറുകെ പിടിക്കാൻ വേണ്ടിയാ ഞാൻ സ്പീഡ് കൂട്ടിയത്. നിന്റെ ആ ഒരു സ്പർശനമുണ്ടല്ലോ, അത് നൽകുന്ന ഒരു ലഹരിയുണ്ട്. ഈ ലോകത്ത് മറ്റൊരു കാര്യത്തിനും അത് തരാൻ കഴിയില്ല. ഹൈറയുടെ മുഖം ചുവന്നു. സയാന്റെ റൊമാൻസ് എപ്പോഴും ഇങ്ങനെയാണ്, പെട്ടെന്ന് വരും, പക്ഷെ വന്നാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. സയാനിക്ക സ്റ്റേഷനിൽ ഭയങ്കര കലിപ്പനാണെന്ന് കേട്ടു. സബ് ഇൻസ്പെക്ടർ കുറിപ്പ് എന്നോട് പറഞ്ഞു സയാൻ സാർ വന്നാൽ പിന്നെ അവിടെ പുലിയും പൂശിയാവുമെന്ന്. ഹൈറ ചിരിച്ചു. സയാൻ ഗൗരവത്തോടെ അവളെ നോക്കി. അത് നാട്ടിലെ തെമ്മാടികളോട് കാണിക്കുന്ന കലിപ്പാ. പക്ഷെ ഇവിടെ നിന്റെ മുന്നിൽ ഞാൻ വെറൊരു സയാൻ മാത്രമാ. നിന്റെ ഈ കുസൃതികൾക്ക് മുമ്പിൽ തോറ്റു തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാവം. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി. ഹൈറ അവന്റെ നെഞ്ചിലേക്ക് തലയായിച്ചു. ആ നിശബ്ദതയിൽ അവർക്ക് കേൾക്കാമായിരുന്നത് കടലിരമ്പവും സയാന്റെ ഹൃദയമിടിപ്പും മാത്രമായിരുന്നു. പെട്ടെന്ന് സയാൻ അവിടെ മുഖം ഉയർത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ കലിപ്പില്ല, പകരം ഹൈറയെ ചുട്ടുപൊള്ളിക്കുന്ന പ്രണയമാണ്. ഹൈറു, നിനക്കെന്നെ പിരിയേണ്ടി വന്നാ? അവൻ പെട്ടെന്ന് ചോദിച്ചു. ഒരിക്കലുമില്ല. സയാനിക്ക കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും പേടിയില്ല, മരണത്തെ പോലും. ആളവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. സയാൻ അവിടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല പെണ്ണേ. ഈ സയാൻ മുബാറക്കിന്റെ പ്രാണൻ നിന്റെ കൈകളിലാണ്. തിരിച്ചു പോരുമ്പോൾ ബൈക്കിൽ ഹൈറ സയാന്റെ പുറകിൽ അവനോട് ചേർന്ന് കിടന്നുറങ്ങിയായിരുന്നു. ആ വലിയ പോലീസ് ഓഫീസർ തന്റെ ബൈക്കിന്റെ വേഗത കുറച്ചു. കാരണം തന്റെ ലോകം മുഴുവൻ ഇപ്പോൾ തന്റെ പുറകിൽ സമാധാനമായി ഉറങ്ങുകയാണ്. തലേ ദിവസത്തെ ആ മനോഹരമായ കടൽ തീരത്തെ നിമിഷങ്ങളുടെ ഓർമ്മയിൽ ഹൈറ കോളേജിൽ ഇരിക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ സയാൻ സ്റ്റേഷനിൽ പതിപോലെ തന്റെ സിംഹരൂപത്തിലായിരുന്നു. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരു ആഡംബരക്കാർ വന്നു നിന്ന്. അതിൽ നിന്നിറങ്ങിയത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്റെ മകൾ റീനയായിരുന്നു, സയാന്റെ പഴയ കോളേജ് സുഹൃത്ത്. ഹലോ സയാൻ, എത്ര കാലം കണ്ടിട്ട്? നീ ഇപ്പോഴാ പഴയ കലിപ്പം തന്നെയാണല്ലേ? റീന അവരുടെ ക്യാബിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി. സയാൻ ഫയലിൽ നിന്ന് തലയുർത്തി അവളെ നോക്കി. ഇത് പോലീസ് സ്റ്റേഷനാണ് റീന, കോഫി ഷോപ്പല്ല. എന്ത് കാര്യത്തിനാണ് നീ വന്ന്? സയാന്റെ സ്വരത്തിൽ പഴയ സൗഹൃദത്തിന്റെ യാതൊരു താല്പര്യമില്ലായിരുന്നു. റീന സയാന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നീ ഇത്രക്ക് റൂഡാവില്ലേ സയാൻ? നിന്റെ ഈ ഗാംഭീര്യം തന്നെ എനിക്ക് പണ്ടേ ഇഷ്ടം. നമുക്കൊന്ന് പുറത്തു പോയാലോ? സയാൻ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ 6 അടി പൊക്കത്തിന് മുമ്പിൽ റീനയൊന്ന് പതറി. എന്റെ സമയം നിനക്ക് വേണ്ടി ചെലവാക്കാൻ എനിക്ക് സൗകര്യമില്ല. പിന്നെ എന്റെ പ്രണയവും സമയമൊക്കെ ഒരാൾക്ക് വേണ്ടി നേരത്തെ ബുക്ക് ചെയ്താ. സോ ഇനി നീ വന്ന വഴിക്ക് പോവാം. റീനയുടെ മുഖം കറുത്തു. ആരാണ് അവള്? നിന്നെക്കാൾ വലിയ തറവാടത്തുള്ളവളാണോ? സയാൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ ആ മാസ്റ്റോണിൽ പറഞ്ഞു. തറവാടിത്തം നോക്കിയല്ല ഞാൻ പ്രണയിക്കുന്നത്. എന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നവളാണ് അവള്. അവളുടെ നിഴലിൽ പോലും തൊടാൻ നിനക്കോ നിന്റെ പണത്തിനോ കഴിയില്ല. ഗെറ്റ് ഔട്ട്! സയാന്റെ ആ ആക്രോശം കേട്ട റീന പേടിച്ച് പുറത്തേക്ക് ഓടി. വൈകുന്നേരം ഹൈറയെ കാണാൻ പോകുമ്പോൾ സയാന്റെ ഉള്ളിൽ റീനയുടെ വാക്കുകൾ ഒരു കനലായിട്ടുണ്ടായിരുന്നു. ഹൈറ കോളേജ് ഗേറ്റിന് മുമ്പിൽ മൂസിനോട് ചിരിച്ച് സംസാരിച്ച് നിൽക്കുകയാണ്. സയാൻ തന്റെ ബുള്ളറ്റ് അവൾക്കരികിൽ നിർത്തി. കയറ്. ഹൈറ അവന്റെ മുഖത്തെ ഗൗരവം കൊണ്ടൊന്ന് പേടിച്ചു. അവളൊന്നും മിണ്ടാതെ പിന്നിൽ കയറി. വണ്ടി പാഞ്ഞത് ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വിജനമായ റോഡിലേക്കായിരുന്നു. സയാൻ വണ്ടി നിർത്തി. അവൻ ഹൈറയെ പിടിച്ചു നിർത്തി തന്റെ മുന്നിലേക്ക് നിർത്തി.
അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. സയാനിക്ക, എന്തു പറ്റി? എന്താ ഇത്രയ്ക്ക് ദേഷ്യം? അവൾ പതുക്കെ അവന്റെ ഷർട്ടിൽ പിടിച്ചു. സയാൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ആ പിടിയിൽ പ്രണയവും ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നു. നീ ആരോട് ഇത്രയ്ക്ക് ചിരിച്ച് സംസാരിക്കരുത് ഹൈറ. നിന്റെ ആ ചിരി അത് എനിക്ക് മാത്രമുള്ളതാ. എനിക്ക് വല്ലാത്ത അസൂയ തോന്നുക. ഹൈറ അത് കേട്ട് ചിരിച്ചുപോയി. അയ്യേ, എന്റെ IPS ഇത്രയും വലിയ അസൂയക്കാരനാണോ? ഞാൻ മൂസിനോടല്ലേ സംസാരിച്ച്? സയാൻ അവിടെ മുഖം തന്നെ കൈക്കുള്ളിലാക്കി. നീ ആരോട് സംസാരിച്ചാലും എനിക്ക് സഹിക്കില്ല ഹൈറ. നീ എന്റെ ശ്വാസമാണ്. ഈ ലോകത്ത് സയാൻ മുബാറക്കിന് പേടിയുള്ള ഒരേ ഒരു കാര്യം നിന്നെ നഷ്ടപ്പെടുമോ എന്ന് മാത്രമാണ്. അവനവിടെ നെറ്റിയിൽ തന്റെ ശിരസ് ചേർത്ത് വെച്ചു. ആ നിശബ്ദതയിൽ അവർക്കിടയിൽ പ്രണയം ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. സയാന്റെ തറവാട് വീട് ഇന്ന് വിളക്കുകളാൽ അലങ്കൃതമാണ്. അവന്റെ വല്യപ്പയുടെ 80ാം ജന്മദിന ആഘോഷമാണ്. നാട്ടിലെ പ്രമുഖരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം അവിടെയുണ്ട്. ഹൈറയും കുടുംബവും നേരത്തെ തന്നെ എത്തിയിരുന്നു. ഹൈറ ഇന്ന് അതിസുന്ദരിയായിരുന്നു. ഒരു കരിമ്പച്ച നിറത്തിലുള്ള ലഹങ്കയും അതിന് ചേരുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അവൾ മുറ്റത്തെ മൈലാഞ്ചി ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ പോലും അവൾ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സയാൻ അവിടേക്ക് വന്ന്. കറുത്ത കുർത്തയും വെള്ളമുണ്ടുമായിരുന്നു അവന്റെ വേഷം. യൂണിഫോമില്ലെങ്കിലും ഒരു പോലീസുകാരന്റെ ഗാംഭീര്യം അവനിൽ നിറഞ്ഞു നിന്നു. അവൻ നടന്നു വരുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ വഴിമാറിക്കൊടുത്തു. പക്ഷെ അവന്റെ കണ്ണുകൾ തിരഞ്ഞത് തന്റെ കാന്താരിയെ മാത്രമാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സയാൻ പതുക്കെ ഹൈറയുടെ അടുത്തേക്ക് നീങ്ങി. അവളൊരു തൂണിന് മറവിൽ നിൽക്കുകയായിരുന്നു. ഇന്ന് കുറച്ചധികം മൊഞ്ചുണ്ടല്ലോ ഹൈറു. സയാൻ അവിടെ കാതിനടുത്ത് വന്ന് മന്ത്രിച്ചു. ഹൈറ ഞെട്ടിപ്പോയി. സയാനിക മാറിക്ക്, എല്ലാവരും കാണും, ഈ കാക്ക അപ്പുറത്തുണ്ട്. സയാൻ മാറുന്നതിന് പകരം അവൾക്കും തൂണിനുമിടയിലുള്ള ആ ചെറിയ വിടവിലേക്ക് കൂടുതൽ അടുത്തു വന്നു. അവന്റെ കൈകൾ തൂണിൽ താങ്ങി അവൾക്കൊരു സുരക്ഷിത വലയം തീർത്തു. കാണട്ടെ എന്നേ, കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവനെ ആ നോട്ടം സഹിക്ക വയ്യാതെ ഹൈറ തലതാഴ്ത്തി. അപ്പോഴാണ് സയാൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പെട്ടിയെടുത്ത് അതിൽ മനോഹരമായ ഒരു കറുത്ത കല്ല് പതിച്ച സ്വർണ്ണമാലയായിരുന്നു. ഇത് നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ചെയ്യിച്ചതാ. ഇതിന്റെ പിന്നിൽ നോക്ക്. ഹൈറ അത് വാങ്ങി മറിച്ചു നോക്കി. അതിൽ വളരെ ചെറുതായി S എന്ന് കൊത്തിവെച്ചിരുന്നു. ഇത് വെറും ഒരു മാലയല്ല, എന്റെ ഹൃദയത്തിന്റെ താക്കോല. ഇത് നീ അണിയുന്നോടെ നീ സയാൻ മുബാറക്കിന്റെ ഉടമസ്ഥയിലാണെന്ന് ഈ ലോകമറിയണം. അവനവിടെ കൈ പിടിച്ച ആ മാല അവൾക്ക് നൽകി. സയാൻ അത് അവിടെ വെച്ച് തന്നെ അവിടെ കഴുത്തിൽ അണിയിക്കാൻ ഒരുങ്ങി. സയാനിക്ക, ഇവിടെ വെച്ചോ, ആരെങ്കിലും വന്നാലോ? ഹൈറ പരിഭ്രമിച്ചു. വരുന്നവർ വരട്ടേന്നേ. അവനോട് പിന്നിലേക്ക് നീങ്ങുന്നു ആ മാലയണിയിച്ചു. അവന്റെ വിരലുകൾ അവിടെ കഴുത്തിൽ സ്പർശിച്ചപ്പോൾ ഹൈറയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അപ്പോഴാണ് സയാന്റെ ഒപ്പം മൈക്കിലൂടെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത്, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെക്കാൻ ഞാൻ എന്റെ മകൻ സയാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സയാൻ ഹൈറയെ നോക്കി കണ്ണിറുക്കി വേദിയിലേക്ക് നടന്നു. അവൻ മൈക്ക് കയ്യിലെടുത്തു. എല്ലാവരും നിശബ്ദരായി. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം സയാൻ മുബാറക്ക് നിയമത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവനാണെന്ന്. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എന്റെ ജീവന്റെ പാതി, ജീവിതത്തിന്റെ പാതി, പ്രാണൻ അവളിവിടെയുണ്ട്. അവൻ സാഹസിൽ നിൽക്കുന്ന ഹൈറയെ ചൂണ്ടി പറഞ്ഞു. ഹൈറ, ഇവളാണ് സയാൻ മുബാറക്കിന്റെ പെണ്ണ്. ഇനിയുള്ള എന്റെ എല്ലാ യാത്രകളിലും ഇവൾ എന്റെ കൂടെ ഉണ്ടാവും. നിയമം എല്ലാവർക്കും തുല്യമാണെങ്കിലും സയാന്റെ ഹൃദയത്തിലെ നിയമം അവൾക്ക് മാത്രം അനുകൂലമായിരിക്കും. സദസ്സിൽ വലിയ കയ്യടികൾ ഉയർന്നു. ഷാനിം ചിരിച്ചുകൊണ്ട് സയാനെ നോക്കി. ഹൈറയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. സയാൻ വേദിയിൽ നിന്നിറങ്ങി നേരെ അവളുടെ അടുത്തേക്ക് വന്നു. ഇപ്പൊ സന്തോഷമായിട്ട് കാന്താരി. സയാനിക്ക് ശരിക്കൊരു കലിപ്പം പോലീസ് തന്നെയാ. പ്രണയിക്കുമ്പോഴാ പവറുണ്ടല്ലോ. അവൾ ചിരിച്ചു. പക്ഷെ ആ സന്തോഷത്തിനിടയിൽ ദൂരെ നിന്നൊരാൾ അവരെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. റീന. അവളുടെ കണ്ണുകളിൽ പക ജ്വലിക്കുന്നുണ്ടായിരുന്നു. സയാനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. വിരുന്നിന് ശേഷം രാത്രിയിൽ ഹൈറ തന്റെ മുറിയിലിരിക്കുകയായിരുന്നു. കഴുത്തിലെ ആ മാലയിലെ S എന്ന അക്ഷരത്തിൽ തൊടുമ്പോൾ അവളുടെ ചുണ്ടിൽ സയാൻ തന്ന ആ വെളിപ്പെടുത്തലിന്റെ മധുരമായ ഓർമ്മകൾ വിരിഞ്ഞു. പെട്ടെന്ന് ജനാലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ഹൈറ ഞെട്ടിപ്പോയി. അവൾ പതുക്കെ ജനാല തുറന്നു. പുറത്തിരുട്ടിൽ ആ കറുത്ത കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. സയാൻ. സയാനിക്ക, ഈ പാതിരാത്രി എന്താ ഇവിടെ? ആരെങ്കിലും കണ്ടാൽ? ഹൈറ ശബ്ദം താഴ്ത്തി ചോദിച്ചു. കണ്ടാലോ? കണ്ടാലേ സയാൻ മുബാറക്ക് IPS സ്വന്തം പെണ്ണിനെ കാണാമെന്നാണെന്ന് പറയും. നീ ഇറങ്ങി വന്നേ, സയാൻ ഗൗരവത്തിൽ പറഞ്ഞു. ഹൈറ പതുക്കെ വീടിന്റെ പിന്നാമ്പുറത്തെ വാതിലൂടെ പുറത്തിറങ്ങി. സയാൻ അവളെയും കൂട്ടി തോട്ടത്തിന്റെ അറ്റത്തുള്ള ആ വലിയ ആൽമര ചുവട്ടിലേക്ക് നടന്നു. നിലാവ് ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എന്തിനേക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? സയാൻ ഒന്നും മിണ്ടാതെ അവളെ മതിലിനോട് ചേർത്ത് നിർത്തി. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. റീന നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, എന്താ കാര്യം? അവളിപ്പോ എന്നെ വിളിച്ചിരുന്നു. നിന്നെ അവൾ ഉപദ്രവിക്കുന്നത്. അവൾക്കൊരു ഭ്രാന്തം തോന്നലുണ്ട്. ഹൈറു, നീ പേടിക്കണ്ട. പക്ഷേ നീ ഒന്നോർത്തോ,
ഈ സയാൻ ജീവനോട് ഇരിക്കുമ്പോ നിന്റെ തട്ടത്തിന്റെ ഒരറ്റത്ത് പോലും തൊടാൻ ഈ ലോകത്താരെയും ഞാൻ അനുവദിക്കില്ല. അവനവിടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവൾ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ഹൈറയുടെ ഹൃദയം പടപടാ മിടിക്കുന്ന സയാനെ കേൾക്കാമായിരുന്നു. അവനവിടെ നെറ്റിയിൽ തന്നെ നെറ്റി ചേർത്ത് വെച്ചു. ഹൈറു, നിനക്കെന്നെ പേടിയുണ്ടോ? ഉണ്ട്, ഇക്കേടി കലിപ്പിന് എനിക്ക് പേടിയാ. പക്ഷേ ആ കലിപ്പിനുള്ളിലെ പ്രണയം ഉണ്ടല്ലോ, അതെനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാ. അവൾ അവനെ നെഞ്ചിൽ കൈകൾ വെച്ചു. സയാൻ അവിടെ കാതോരം ചെന്ന് പതുക്കെ മന്ത്രിച്ചു. എങ്കിൽ കേട്ടോ, ഈ കലിപ്പ് നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു ലോകമുണ്ട്. അവിടെ നീ മാത്രമാണ് രാജ്ഞി. നാളെ സ്റ്റേഷനിലേക്ക് നീ വരണം. നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിൽ ഹൈറയും മൂസിനെയും കൂടി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വലിയ തിരക്കായിരുന്നു. റീനയെയും അവളുടെ പിതാവിനെയും സയാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സയാൻ തന്റെ കസേരയിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. സർ, നിങ്ങൾ എന്തിനാണ് എന്റെ മകളിങ്ങനെ അപമാനിക്കുന്നത്? റീനയുടെ പിതാവ് ബഹളം വെച്ചു. സയാൻ തന്റെ മുന്നിൽ ലാപ്ടോപ്പ് തിരിച്ചു വെച്ചു. നിങ്ങളുടെ മകൾ കഴിഞ്ഞ ഒരു വാരമായി ഹൈറ എന്ന പെൺകുട്ടിയെ പിന്തുടരുന്നതിന്റെ, അവൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. റീന, ഒരു പോലീസ് ഓഫീസറെ പ്രണയിക്കാൻ എളുപ്പമാണ്, പക്ഷെ അയാളുടെ നിയമബുദ്ധിയെ നേരിടാൻ നിനക്ക് കഴിയില്ല. സയാൻ എഴുന്നേറ്റ് റീനയുടെ അടുത്തേക്ക് നടന്നു. നിന്റെ പണം എന്റെ മണ്ണുണ്ടല്ലോ, അതിന് താഴെയാണ്. ഹൈറയുടെ നേരെ ഇനി ഒരു നോട്ടമെങ്കിൽ പോയാ ഈ യൂണിഫോമിന്റെ പവർ എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഇത് സയാൻ മുബാറക്കിന്റെ വാക്കാ. സയാന്റെ ഡയലോഗ് കേട്ട് റീന വിറച്ചുപോയി. അവൾ തലതാഴ്ത്തി അവിടുന്ന് ഇറങ്ങിപ്പോയി. സയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ഹൈറയെ കണ്ടു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ആരാധന നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. സയാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്ക് നേരെ കണ്ണിറുക്കി കാണിച്ചു. കാന്താരി, ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് പുറത്തു പോവാം, നീ റെഡിയല്ലേ? അവൻ ഉറക്കെ ചോദിച്ചു. സ്റ്റേഷനിലെ പോലീസുകാർ പരസ്പരം നോക്കി ചിരിച്ചു. തങ്ങളുടെ ആ കലിപ്പൻ ഓഫീസർ ഇത്രയും വലിയ റൊമാൻറ്റിക് ആണെന്ന് അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സയാന്റെ കറുത്ത സ്കോർപ്പിയോ വളഞ്ഞു പുളഞ്ഞ മലമ്പാതകളിലൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പുറത്ത് നേർത്ത മൂടൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഹൈറ വണ്ടിയുടെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി പുറത്തെ തണുത്ത കാറ്റ് ആസ്വദിക്കുകയാണ്. സയാനിക്ക, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ആകെ മഞ്ഞാണല്ലോ. ഹൈറ അത്ഭുതത്തോടെ ചോദിച്ചു. സയാൻ സ്റ്റിയറിംഗിൽ ഒരു കൈ അമർത്തി പിടിച്ച് അവളെ നോക്കിയെന്ന് ചിരിച്ചു. പറഞ്ഞ അതിലൊരു സർപ്രൈസ് ഉണ്ടാവില്ല ഹൈറു, നീ ഈ യാത്രയൊന്ന് ആസ്വദിക്കുക. മലമുകളിൽ ആ വിജനമായ വ്യൂ പോയിന്റിൽ സയാൻ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ ഹൈറയ്ക്ക് വിശ്വസിക്കാനായില്ല. താഴെ താഴ്വരകൾ മേഘങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്നു. ഹൈറ തണുപ്പുകൊണ്ട് വിറക്കാൻ തുടങ്ങിയപ്പോൾ സയാൻ തന്റെ ജാക്കറ്റ് ഊരി അവളുടെ തോളിലൂടെ പുതപ്പിച്ചു കൊടുത്തു. ആ ജാക്കറ്റിൽ സയാന്റെ ശരീരത്തിന്റെ ചൂടും അവന്റെ ആ പെർഫ്യൂമിന്റെ മണവും ഉണ്ടായിരുന്നു. ഹൈറു, സയാൻ അവളുടെ പിന്നിൽ വന്നിന്ന് അവളെ ചേർത്ത് പിടിച്ച്. അവൾ ആ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങിക്കൂടി. ഈ കാണുന്ന ആകാശം പോലെ വിശാലമാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. സ്റ്റേഷനിലെ ആ ബഹളങ്ങൾക്കും കലിപ്പിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെയുള്ള ഈ നിശബ്ദതയാണ്. സയാന്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. അവനവളെ തന്റെ നേരെ തിരിച്ചു നിർത്തി. മഞ്ഞുതുള്ളികൾ അവളുടെ തട്ടത്തിൽ മുത്തുകൾ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. സയാൻ പതുക്കെ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ മുഖത്തെ ആ മഞ്ഞുതുള്ളികൾ തുടച്ചു മാറ്റി. സയാനിക്ക, എന്തിനാ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഹൈറാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. സയാൻ അവളുടെ മുഖം തന്റെ കൈക്കുള്ളിലാക്കി. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു അഗ്നിപർവ്വതം പോലെ പ്രണയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. കാരണം നീയില്ലാതെ സയാൻ മുബാറക്ക് അപൂർണനാണ്. ഈ യൂണിഫോമിന് പിന്നിലെ ഹൃദയം ഇടിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ഹൈറ. ഒരു IPS ഓഫീസർക്ക് തോക്കില്ലാതെ ജീവിക്കാം, പക്ഷേ എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും വയ്യ. അവൻ അവളുടെ നെറ്റിയിൽ ആഞ്ഞു ചുംബിച്ചു. ആ നിമിഷം അവൾക്ക് ചുറ്റും ലോകം നിശ്ചലമായ പോലെ തോന്നി. പെട്ടെന്ന് സയാൻ അവിടെ കാതിനടുത്തേക്ക് വന്ന് പതുക്കെ പറഞ്ഞു. ഹൈറു, നിനക്ക് എക്സ്ട്രീം ലെവൽ പ്രണയം വേണമെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ നോയിക്കോ. അവൻ നേരെ പോക്കറ്റിൽ നിന്നൊരു വിസിലെടുത്ത് ഊതി. നിമിഷങ്ങൾക്കുള്ളിൽ ആ കുന്നിൻ മുകളിൽ എവിടെ നിന്നോ നൂറുകണക്കിന് ഡ്രോണുകൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഡ്രോണുകൾ ആകാശത്ത് തെളിച്ച വെളിച്ചത്തിൽ ഇങ്ങനെ എഴുതി വന്നു: മൈ വേൾഡ് ഹൈറ. ഹൈറയുടെ കണ്ണുകൾ വിടർന്നു. അവൾ സന്തോഷം കൊണ്ട് സയാനെ കെട്ടിപ്പിടിച്ചു. സയാനിക്ക, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സയാൻ അവളെ വായുവിൽ ഉയർത്തി ചുറ്റിച്ചു. ഇത് വെറും തുടക്കം മാത്രം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഹൈറ. നീ എൻ്റെ പ്രാണനാണ്. മഞ്ഞ് വീഴുന്ന ആ മലമുകളിൽ ആകാശത്തെ വെളിച്ചത്തിന് താഴെ ഒരു കലിപ്പൻ പോലീസുകാരനും അവന്റെ മൊഞ്ചത്തിയും പ്രണയത്തിന്റെ പുതിയൊരു ചരിത്രം എഴുതുകയായിരുന്നു. ആകാശത്ത് വിരിഞ്ഞ പ്രണയവിസ്മയങ്ങൾക്ക് ശേഷം അവർ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയായിരുന്നു. ഹൈറ സയാന്റെ തോളിൽ തലയായിച്ച് ആ യാത്ര ആസ്വദിക്കുകയായിരുന്നു. സയാന്റെ ഇടത് കൈ ഇപ്പോഴും ഹൈറയുടെ വിരലുകളെ കോർത്തു പിടിച്ചിരുന്നു. പെട്ടെന്നാണ് സയാന്റെ പോലീസ് ബുദ്ധി ഉണർന്ന്. റിയർ വ്യൂ മിററിലൂടെ അവൻ കണ്ടു. 2 കറുത്ത SUV-കൾ തങ്ങളെ പിന്തുടരുന്നുണ്ട്. ഹെഡ്ലൈറ്റുകൾ അണച്ചാണ് അവ വരുന്നത്. ഹൈറു, സീറ്റ് ബെൽറ്റ് ടൈറ്റ് ചെയ്തിട്ടോ.
തലാഴ്ത്തിയിരുന്നോണം. സയാന്റെ ശബ്ദം പെട്ടെന്ന് കടുപ്പമായി. പഴയ കലിപ്പൻ ഓഫീസർ തിരിച്ചു വന്നിരിക്കുന്നു. എന്തു പറ്റിക്ക? അവൾ പരിഭ്രമിച്ചു. ചില പാറ്റകൾക്ക് ചാവണമെന്നുണ്ടെന്ന് തോന്നുന്നു. നീ പേടിക്കണ്ട, നിന്റെ സയാനിക്ക് കൂടെയുണ്ട്. സയാൻ വണ്ടിയുടെ വേഗത കൂട്ടി. ഗിയറുകൾ മാറുമ്പോൾ അവന്റെ മസിൽ വീർത്തു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വണ്ടികൾ സയാന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ നിർത്തി. സയാൻ സഡൻ ബ്രേക്ക് ഇട്ടു. ടയറുകൾ റോഡിൽ ഉരസി പുകയുയർന്നു. 10ഓളം ഗുണ്ടകൾ വടിവാളി ഇരുമ്പൊടികളുമായി വണ്ടിയിൽ നിന്നിറങ്ങി. സയാൻ പതുക്കെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. യൂണിഫോം ഇല്ല, പക്ഷെ അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ടാൽ ഏതൊരാളും ഭയപ്പെടും. സയാനിക്ക പോണ്ട, ഹൈറ കരഞ്ഞുകൊണ്ട് വിളിച്ചു. സയാൻ കാറിന്റെ വിൻഡോയിലൂടെ അവളെ നോക്കി പതുക്കെ ചിരിച്ചു. നിന്റെ ഈ കണ്ണുകൾ ഇനി ചിമ്മരുത് ഹൈറ. നിന്റെ ഇക്ക എങ്ങനെയുള്ളവനാണെന്ന് നീ ഇന്ന് ശരിക്ക് കാണണം. അവൻ തന്നെ കൈമുട്ടുകളൊന്ന് പൊട്ടിച്ചു. ഗുണ്ടകൾ അവന് നേരെ പാഞ്ഞെടുത്തു. സയാൻ ആദ്യത്തെ അവന്റെ കൈ കടന്നു പിടിച്ച ഒറ്റത്തിരി അയാളുടെ കയ്യിൽ നിന്ന് വടിവാൾ പിടിച്ചു വാങ്ങി അവൻ വായുവിലൊരു ചക്രമായി വീശി. അതൊരു പോരാട്ടമായിരുന്നില്ല, അതൊരു വേട്ടയായിരുന്നു. സയാന്റെ ഓരോ പ്രഹരത്തിലും ഒരു സിംഹത്തിന്റെ കരുത്തുണ്ടായിരുന്നു. ഒരാളുടെ ചവിട്ടേറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ സയാൻ വായുവിൽ ഉയർന്നിയാടി അവന്റെ നെഞ്ചിൽ തന്നെ തൊഴിച്ചു. 5 മിനിറ്റ് റോഡിൽ ഗുണ്ടകൾ ചോരയൊലിപ്പിച്ച് കിടക്കുകയാണ്. സയാൻ തന്റെ ഷർട്ടിന്റെ കൈകൾ പതുക്കെ മടക്കി വെച്ചു. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി അവൻ അവരുടെ നേതാവിന്റെ അടുത്തേക്ക് നടന്നു. നീ ആരാണെന്ന് എനിക്ക് ശരിക്കറിയാം. നിന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്ക്, സയാൻ മുബാറക്കിനെ വീഴ്ത്താൻ ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്ന്. പിന്നെ അവൻ ഗുണ്ടയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇനി എന്റെ പെണ്ണിന്റെ നിഴൽ പോലും പിന്തുടരാൻ നോക്കരുത്. ആ നോട്ടം പോയാ നിന്റെയൊക്കെ കണ്ണ് ഞാൻ പിഴുതെടുക്കും. സയാൻ തിരിച്ചു വണ്ടിയിൽ കയറി. ഹൈറ അത്ഭുതത്തോടെയും ഭയത്തോടെയും അവനെ നോക്കിയിരിക്കുകയായിരുന്നു. സയാൻ അവരുടെ മുഖം പതുക്കി ഉയർത്തി. പേടിച്ചു പോയ കാന്താരി. അവളൊന്നും മിണ്ടാതെ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് നഷ്ടപ്പെടുന്ന പേടിയായി. സയാൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഈ നെഞ്ചിനുള്ളിൽ നീ ഉള്ളിടത്തോളം കാലം ഈ സയാൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഹൈറ. ഈ യൂണിഫോം, ഈ കരുത്തൊക്കെ നിനക്ക് വേണ്ടിയുള്ളതാ. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ കിടക്കുന്ന ഗുണ്ടകളൊന്നും പോലും മൈൻഡ് ചെയ്യാതെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. സയാനിക്ക, നമുക്ക് പോലീസിനെ വിളിക്കണ്ടേ? സയാനൊന്ന് കണ്ണിറുകി ചിരിച്ചു. ഞാൻ തന്നെയുള്ളടി പോലീസുകാരൻ. അവന്മാരിപ്പോൾ ലോക്കപ്പിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. യാത്ര വരുമ്പോൾ സയാൻ തന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഓപ്പറേഷൻ ക്ലീൻ തുടങ്ങിക്കോ. സയാൻ വണ്ടി ഹൈറയുടെ വീടിനുമ്പിൽ നിർത്തി. ഹൈറയുടെ മുഖം അപ്പോഴും പേടികൊണ്ട് വിളറിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ അവളുടെ കാലുകൾ ഇടറുന്ന കണ്ട സയാൻ ഒന്നും ആലോചിക്കാതെ വട്ടം തിരിഞ്ഞു വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. സയാനിക്ക, ഉമ്മ കാണും, അവൾ പതുക്കെ പറഞ്ഞു. കണ്ടോട്ടെ, എന്റെ പെണ്ണ് പേടിച്ചിരിക്കുമ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ എനിക്കാരുടെ അനുവാദം വേണ്ടെന്നേ, സയാൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഷാനിമ ഉമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഹൈറയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ട് അവർ പരിഭ്രമിച്ചു. എന്തുപറ്റി സയാൻ? ഹൈറ നിനക്ക് അറിയുന്നത്? ഷാനിമ ചോദിച്ചു. സയാൻ ഹൈറയെ സോഫയിൽ ഇരുത്തി. എന്നിട്ട് ഷാനിമിനെ നോക്കി ശാന്തമായി പറഞ്ഞു. വഴിയിൽ വെച്ച് കുറച്ച് തെമ്മാടികൾ വണ്ടി തടഞ്ഞു. അവറ്റകളെ ഞാൻ ലോക്കപ്പിലാകാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറൊന്ന് പേടിച്ചു, അത്രേ ഉള്ളൂ. സയാൻ, നിന്റെ ഈ ജോലിക്കാരൻ എന്റെ അനിയത്തിക്ക്. ഷാനി എന്തോ പറയാൻ വന്നതും സയാൻ അവന്റെ കയ്യിൽ പിടിച്ചു. ഷാനിം അവളെന്റെ ജീവനാ. അവൾക്കൊരു പവറിലേക്കുന്നതിന് മുമ്പ് സയാൻ മുബാറക്കിന്റെ ശാപം വീണിരിക്കും. അവളെ സംരക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ വാക്കുകളിലെ ആത്മവിശ്വാസം ഷാനിമിനെ നിശബ്ദനാക്കി. സയാൻ പതുക്കെ ഹൈറയുടെ അടുത്തേക്ക് ഇരുന്നു. ഉമ്മ വെള്ളം കൊണ്ടുവന്ന് നൽകി. സയാൻ ഗ്ലാസ് വാങ്ങി തന്റെ കൈ കൊണ്ട് തന്നെ അവൾ കുടിക്കാൻ കൊടുത്തു. ഇനി പേടിക്കണ്ട, നീ റൂം പോയി റെസ്റ്റ് എടുക്ക്. എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ആ വന്നന്മാരുടെ നട്ടിലൊന്ന് ഉയർത്താനുണ്ടല്ലോ. സയാൻ എഴുന്നേറ്റു. അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഹൈറ ഓടി വന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ചു. സയാനിക്ക വേണ്ട, ഇനി പ്രശ്നത്തിന് പോകണ്ട. സയാൻ തിരിഞ്ഞെന്ന് അവൾ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോകും ഹൈറു. പക്ഷെ നിന്നെ കരയിപ്പിച്ചവരോട് സയാൻ മുബാറക്ക് കാണിക്കുന്ന ഒരു നീതിയുണ്ട്. അത് കാണാൻ അവർക്ക് നല്ല ശേഷി വേണ്ടി വരും. അവൻ ജീപ്പിൽ കയറി പാഞ്ഞു. ആ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഒരു ഇടിമുഴക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. സയാന്റെ കലിപ്പ് അതിന്റെ പാരമ്യത്തിലായിരുന്നു. അതേസമയം ഹൈറ തന്റെ മുറിയിലെ ജനാലക്കിരുന്ന് ആകാശത്തേക്ക് നോക്കി. സയാന്റെ ആ നെഞ്ചിലെ ചൂടിപ്പോഴും തനിക്ക് ചുറ്റുമുള്ള പോലെ അവൾക്ക് തോന്നി. ആ പോലീസ് ഓഫീസറുടെ പ്രണയം ശരിക്കും ഒരു കടൽ പോലെയാണ്. അലതല്ലുമ്പോൾ പേടി തോന്നും. പക്ഷെ ആ തിരമാലകൾ അവളെ പുണരുന്ന വല്ലാത്തൊരു അനുഭൂതിയാണ്. രാത്രി 12 മണി. പോലീസ് സ്റ്റേഷൻ പ്രദേശം വിജനമാണ്. എന്നാൽ സയാൻ മുബാറക്കിന്റെ ക്യാബിനിൽ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നു. ലോക്കപ്പിൽ ഹൈറയെ ഉപദ്രവിക്കാൻ നോക്കിയ ആ 5 ഗുണ്ടകളും മുട്ടുവിറച്ച് നിൽക്കുകയാണ്. സയാൻ തന്റെ പോലീസ് തൊപ്പി മേശപ്പുറത്ത് വെച്ചു. യൂണിഫോമിന്റെ കൈകൾ പതുക്കെ മടക്കി വെച്ചു. അവൻ തന്നെ കൈയുള്ള ലാത്തി കൊണ്ട് മേശപ്പുറത്ത് പതുക്കിയും തട്ടി. ആ ശബ്ദം ആ നിശബ്ദതയിൽ ഒരു വെടിയുണ്ട പോലെ മുഴങ്ങി. നിങ്ങളാരും സാധാരണ കുറ്റവാളികളല്ലെന്ന് എനിക്കറിയാം. ആരുടെ കൊട്ടേഷാണെന്ന് മര്യാദക്ക് പറഞ്ഞ
സയാൻ നിർത്തി. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് ഒരു ചൂട് വെച്ചു. നിങ്ങൾക്ക് നാളെ സൂര്യോദയം കാണാം. ഇല്ലെങ്കിൽ സർ ഞങ്ങൾ വിടണം സർ, ഞങ്ങൾ അറിയാതെ. ഒരാൾ കരയാൻ തുടങ്ങി. സയാൻ അവന്റെ താടി കുത്തിപ്പിടിച്ചുയർത്തി. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ കത്തുന്ന ഒരു അഗ്നി ഉണ്ടായിരുന്നു. അറിയാതെയാണോടാ നീ എന്റെ പെണ്ണിന്റെ കൈയിൽ കയറി പിടിക്കാൻ നോക്കിയത്? സയാൻ മുബാറക്കിന്റെ റൗഡീസ് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അവളെ ആദ്യ വീശുന്നതിന് മുമ്പേ സബ് ഇൻസ്പെക്ടർ കുറുപ്പ് അവിടേക്ക് ഓടി വന്നു. സാറേ, പുറത്ത് ആറിലെ നേതാവ് വന്നിട്ടുണ്ട്. യവന്മാരെ വിടണമെന്ന് പറഞ്ഞ് വലിയ ബഹളമാണ്. സയാനൊന്ന് പുച്ഛിച്ചിരിച്ചു. അവൻ തന്നെ ഫോണെടുത്ത് ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. റീന ഈ ഗുണ്ടകളും തമ്മിലുള്ള സംഭാഷണമായിരുന്നത്. കുറുപ്പ്, പുറത്തു നിൽക്കുന്ന ആ നേതാവിനോട് പറഞ്ഞേക്ക് സയാൻ മുബാറക്കിന് നിയമം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരേണ്ടെന്ന്. ഈ റെക്കോർഡിംഗ് പുറത്തുവിട്ടാ അയാളുടെ കസേര ധരിക്കും. സയാൻ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് തിരിഞ്ഞു. യവന്മാരെ നാളെ കോടതിയിൽ ഹാജരാക്കണം. അതിനുമുമ്പ് ഇവർക്ക് കൊടുക്കേണ്ട ഡോസ് കൃത്യമായി കൊടുത്തിരിക്കണം. സയാൻ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവൻ ഫോണെടുത്ത് ഹൈറയെ വിളിച്ചു. രണ്ടാമത്തെ ബില്ലിൽ തന്നെ അവൾ ഫോൺ എടുത്തു. ഇറങ്ങിയില്ലേ കാന്താരി? സയാന്റെ ശബ്ദം പെട്ടെന്ന് മൃദുവായി. ഇക്ക വരാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരും? ഹൈറയുടെ ശബ്ദത്തിൽ ആകുലതയുണ്ടായിരുന്നു. ഞാൻ വരികയാടി വേണേ, നീ ജനാലയിലൂടെ നോക്ക്. സയാൻ വണ്ടി അവളുടെ വീടിനുമ്പിൽ നിർത്തി. ഹൈറ ജനാലക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിലാവെളിച്ചത്തിൽ അവളൊരു മാലാഖയെ പോലെ തോന്നി. സയാൻ വണ്ടിയിൽ നിന്നിറങ്ങി അവൾക്ക് നേരെ കൈവീശി. എന്നിട്ട് ഫോണിലൂടെ പറഞ്ഞു, ഹൈറു, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഇന്ന് ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്തായിക്ക? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഈ യൂണിഫോമിനോടുള്ള ഇഷ്ടത്തേക്കാൾ 100 ഇരട്ടി ഇഷ്ടപ്പെടണേ എനിക്ക് നിന്റെ ആ കുസൃതി ചിരിയോട്. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ ഈ ലോകത്ത് നിന്നെ ഒളിപ്പിച്ചു വെക്കും, എന്റെ പ്രണയത്തിന്റെ തടവറയിൽ. ഹൈറ നാണത്തോടെ മുഖം പൊത്തി. പോയിക്ക, ഇക്ക ശരിക്കും ഒരു കലിപ്പം പോലീസുകാരൻ തന്നെയാ. ആയിക്കോട്ടെ, നിന്റെ മാത്രം കലിപ്പൻ. ഞാൻ ചിരിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. ഹൈറയുടെ വീട്ടിൽ നിന്ന് നിക്കാഹ് നിശ്ചയത്തിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. മൈലാഞ്ചി അരക്കുന്ന മണവും അയൽവാസികളുടെ ബഹളവും കൊണ്ട് ആ വീട് സജീവമായി. ഹൈറ തന്നെ മുറിയിൽ മോസിനയോടും മാജിദയോടും കൂടി ഇരിക്കുകയാണ്. എടി ഹൈറു, നിന്റെ കലിപ്പനിക്കെന്ന് വരുന്നതേ ഫുൾ പോലീസ് എസ്കോർട്ടോടെ ആയിരിക്കുമോ? മാജിദ് കളിയാക്കി. പോടി, പുള്ളി വരുന്ന എങ്ങനെയായാലും എന്റെ ഹൃദയം നിലയ്ക്കും, അതാ അവസ്ഥ. ഹൈറ ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലെ മൈലാഞ്ചി നോക്കി. അതിൽ ഒളിച്ചു വെച്ച എസ് എന്ന അക്ഷരം അവൾ ആരും അറിയാതെ തഴുകി. അതേസമയം സയാൻ തന്റെ ഓഫീസിലെ ഫയലുകൾ നോക്കുന്നതിനിടയിൽ റീനയുടെ കോൾ വന്നു. സയാൻ അത് കട്ട് ചെയ്യാൻ പോയതാണ്. പക്ഷെ ഒരു മെസ്സേജ് അവനെ തടഞ്ഞു. സയാൻ, നിന്റെ ഈ സന്തോഷം അധികം നീണ്ടു നിൽക്കില്ല. ഹൈറയുടെ നിശ്ചയത്തിന് ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. സയാന്റെ കണ്ണുകളൊന്ന് കുറുകി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.